ദേ ഭർത്താവിന്റെ സ്ഥാനത്ത് കുറെ ദിവസം കഴിഞ്ഞതല്ലേ അവള്? ഇവനോട് പറഞ്ഞോ? നമ്മളെല്ലാം തോൽപ്പിച്ച പോലല്ലേ അവളങ്ങ് പോയത്? അവള് സഹിച്ച് മടുത്തിട്ടായിരിക്കും പോയത്. ദേ ഏട്ടത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. അവക്ക് നമ്മളെ അല്ല, നമുക്ക് അവളെയാ മടുത്തത്. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട. എന്റെ മോന്റെ സ്ഥാനം ആലോകിന്. ഇവനെ തല്ലാൻ തുടങ്ങിയത് ഇവൻ നന്നാവാൻ വേണ്ടിയാ. അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. വേണ്ട അച്യുതാ, ഇനി ഒന്നും നീ എന്നോട് ആലോചിക്കണ്ട. ഏട്ടാ, അങ്ങനെ അല്ല. സോറി. എന്റെ മനസ്സിന്റെ നിയന്ത്രണം ആകെ വിട്ടു നിൽക്കുകയായിരുന്നു. രാജശ്രീ പറഞ്ഞ പോലെ അവള് നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു. ഏട്ടാ, ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. വേണ്ട, ഒന്നും വേണ്ട. അടിയും തിരിച്ചടിയൊക്കെ കുറെ ആയില്ലേ? കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് ആ ഒരു പകയാ. അമ്മ, ഇവൻ പറയട്ടെ, എന്താ നീ ഉദ്ദേശിക്കുന്ന തിരിച്ചടി? ഏട്ടാ, ഞങ്ങളുടെ മരുമകൾ അനുശ്രീ ആ ബാലം വിളിച്ചോണ്ട് പോയി. പകരം അവിടുന്ന് നമ്മുടെ കുട്ടിയെ ഇങ്ങോട്ടും കൊണ്ടുവരണം. മിത്രയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ഏട്ടാ, അതാണ് കൃത്യമായ തിരിച്ചടി. ഏട്ടത്തി ഇതിന് മുൻകൈ എടുക്കണം. അതൊരു നല്ല പ്ലാനായിട്ടാ എനിക്ക് തോന്നുന്നത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് അനുകൂലമായ കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതെ, അനുകൂലമായ കാര്യം തന്നെയാ. ഇനി ഇവിടെ ഒരു കുഴപ്പമുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ മിത്ര ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അവര് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത് നീ പറഞ്ഞ പോരല്ലോ. ആ വീട്ടില് മിത്ര നല്ലതുപോലെ കഷ്ടപ്പെടുക. സത്യത്തിൽ ഇങ്ങോട്ട് വരാൻ ഒരു അവസരം നോക്കി നിൽക്കും അവൾ അവിടെ. അല്ല, ഏട്ടത്തി എന്ത് പറയുന്നു? അനന്തേട്ടൻ പറയും. അച്യുതാ, നീ പറയുന്ന കാര്യം അത്ര എളുപ്പം നടക്കുന്നതല്ല. പക്ഷേ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരട്ടെ, കൃത്യമായ അവസരത്തിൽ ഞാനത് ആലോചിക്കാം. അതെ വല്ലിച്ച, മിത്ര ഈ വീട്ടിൽ വരണം. അവൾ ഇങ്ങനെ ഒരുത്തി ആയിരുന്നു എന്ന് ആദ്യമേ എന്താടാ നീ പറയാതിരുന്നത്? അമ്മേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മിത്ര ഇങ്ങോട്ട് കൊണ്ടുവരണം. ആദ്യം ഏട്ടനോടൊരു സോറി പറയണം. തൽക്കാലം അനുസരിക്കുന്ന പോലൊക്കെ അഭിനയിച്ചിരുന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങൾ നടക്കും.